5 വന്നത് എവിടെ നിന്നാണെന്ന് നോക്കൂ. ആക്ടിവിറ്റി 5 വന്നത് നമ്മുടെ ബോഡി പാർട്സിലെ ഏത് സിസ്റ്റത്തിൽ നിന്നാണ് വന്നത്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യനാണ് വന്നത്. അതിലൊന്നുമില്ല ആ പാർട്സുകൾ ഓരോന്ന്, ആ പാർട്സിൻ്റെ ഫങ്ഷൻ ഓരോന്ന് ഞാൻ ഇതുപോലെ തന്നെ ടാബിളാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻ്റ് തന്നിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ആസിഡ് ബേസ് പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റൊമക്കിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു സ്ട്രോങ് ആസിഡാണ്. എന്നിട്ട് പോലും നമ്മുടെ സ്റ്റൊമക്കിനൊന്നും പറ്റുന്നില്ല. അതിൻ്റെ വാള് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതെന്തിന്? ഡൈജഷൻ എൻഹാൻസ് ചെയ്യുമെന്നൊക്കെ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ആസിഡ് ബേസിൻ്റെ ചാപ്റ്ററിൽ. പിന്നെയോ അത് വീണ്ടും അപ്പുറത്ത് ഡൈജഷനിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. പിന്നെയോ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫുഡ്. അത് സ്മോൾ ഇൻഡസ്ട്രി വില്ലൈ എന്ന് എഴുതിയ ആൾക്കാരുണ്ട്. കുറച്ചും കൂടി നന്നായിട്ട് വില്ലയാണ് ഉത്തരം. സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സ്മോൾ ഇൻഡസ്ട്രിയിലെ വില്ലസിലാണ് എന്ന് പറഞ്ഞാലാണ് ഏറ്റവും നന്നാവുക. ഇനി സ്പെല്ലിങ് തെറ്റിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സ്പെല്ലിങ് എന്തിനാ ഇങ്ങനെ മിസ്റ്റേക്ക് വരുത്തുന്നത്? ലാർജ് ഇൻഡസ്ട്രിയിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് എന്താണ്? ജസ്റ്റ് ഇതേ സെൻറ്റൻസ് അങ്ങ് എഴുതിയാൽ പോരെ. ഈ ന്യൂട്രിയൻസിനെ അങ്ങ് വെട്ടിക്കളിയുക. അബ്സോർബ്, എന്തിനാണ് അബ്സോർബ് ചെയ്യുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന് വാട്ടറാണ്, ഒന്ന് സാൾട്ടാണ്. ഇതൊക്കെ അബ്സോർബ് ചെയ്തിട്ട് കാപ്പിലറീസ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ബോഡി പാർട്സിലേക്ക് കൊണ്ടു കൊടുക്കും. അതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡൈജസ്റ്റഡ് ഫുഡ് ബ്ലഡിലെത്തി. ഈ ബ്ലഡ് എന്ത് ചെയ്യുമോ, എല്ലാ ബോഡി പാർട്സിലേക്കും എത്തിച്ചു കൊടുക്കും. പിന്നെയോ അതാണ് നമ്മൾ സർക്കുലേഷൻ്റെ ഭാഗത്ത് പഠിക്കുന്നത്. അതൊരു ട്രാൻസ്പോർട്ടേഷനാണ്. ശരിക്ക് നമ്മുടെ ശരീരം മുഴുവനുള്ള ട്രാൻസ്പോർട്ടേഷൻ. ന്യൂട്രിയൻസ് സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്നും വാട്ടറും സാൾട്ടും ലാർജ് ഇൻഡസ്ട്രിയിൽ നിന്നും കളക്ട് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുന്നു. ആര്? ബ്ലഡിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ 3 ആളുകളുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെയോ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? എഗെയിൻ ചില ആൾക്കാർ വളരെ ലോജിക്ക് വെച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബാക്കി പല ഉത്തരങ്ങളും എഴുതിയ ആൾക്കാരുണ്ട്, തെറ്റാണ്. പിന്നെന്താണ്? പിന്നെ നിങ്ങളെ തെറ്റിക്കണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അസിമിലേഷൻ, ഇജക്ഷൻ, അബ്സോർപ്ഷൻ, ഇൻജക്ഷൻ, ഡൈജഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോമ ശരിക്കും വേണം. റെസ്പിറേഷൻ തന്നത് നിങ്ങളെ പറ്റിക്കാനാണ്. ഈ റെസ്പിറേഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. പിന്നെയോ അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണോ? ഇൻജക്ഷൻ. ഇൻടേക്ക് ഓഫ് ഫുഡിനാണ് നമ്മൾ എന്ത് വരുന്നത്? ഇൻജക്ഷൻ എന്ന് പറഞ്ഞത് അല്ലേ, 1ാമത്തെ സാധനം. അടുത്തത് എന്ത് ചെയ്യണോ? അടുത്തത് ഈ എടുത്ത ഫുഡ് എന്ത് ചെയ്യണം? ഡൈജസ്റ്റ് ചെയ്യണം അല്ലേ. എടുത്ത ഫുഡ് ഡൈജഷൻ നടക്കണം. ഇതിൻ്റെ ഫ്ലോ ചാർട്ട് അങ്ങനെ തന്നിട്ടില്ലേ, ചോദിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. എന്നിട്ടോ ഇത് ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് എന്ത് ചെയ്യണം? അബ്സോർപ്ഷൻ നടക്കണം. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ ഫുഡ് എസിമിലേഷൻ നടക്കണം. അത് കഴിഞ്ഞിട്ട് എസിമിലേഷൻ ഇവിടെ ഉണ്ട്, കണ്ടോ, എസിമിലേഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഏറ്റവും അവസാനം ഇജക്ഷൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പുറന്തള്ളുക. എക്സ്ക്രീഷനോ ഇജക്ഷനോ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങളെ പറ്റിക്കണ്ടിട്ട് റെസ്പിറേഷൻ തന്നെ നിങ്ങൾ വിചാരിച്ച് ഡൈജഷൻ റെസ്പിറേഷൻ എന്നിട്ട് അപ്പാടെ എഴുതിയ ആൾക്കാരുണ്ട്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. പേജ് നമ്പർ 90 കൃത്യമായി പറയുന്നുണ്ട്. പിന്നെയോ വേവ് ലൈക്ക് മൂവ്മെൻറ്റ്, മസിൽസുകൾ ഈസോഫാഗൽ വാളിൽ ഫുഡ് താഴോട്ട് പോകാൻ സഹായിക്കുന്നത് ആരാണ്? പെരിസ്റ്റാലിസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റാണ് നടക്കുന്നത് അല്ലേ. വേവ് ലൈക്ക് മൂവ്മെൻറ്റിന് പറയുന്നത് പൾസെല്ലാം ഹാർട്ടുമായി ബന്ധപ്പെട്ടതല്ലേ. അബ്സോർപ്ഷൻ ഇല്ല, എസിമിലേഷൻ ഇല്ല. അതതിൻ്റെ എന്താണ്? സ്റ്റേജസ് ആണ്, ന്യൂട്രീഷൻ്റെ സ്റ്റേജസ് ആണ്.